السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. والصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا رحمة للعالمين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാന്യരും ആദരണീയരുമായ സയ്യിദ് മഈനുദ്ദീൻ ജിഫ്രി തങ്ങൾ, ബഹുമാന്യനായ സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യരായ റഷീദ് ഫൈലി, മുഹമ്മദ് കുട്ടി കുന്നുംപുറം, വളരെ ആദരണീയരും ബഹുമാന്യരുമായ പണ്ഡിതന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിവിധ പോഷകഘടകങ്ങളുടെ ആദരണീയരായ നേതാക്കളെ, ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെയും സുന്നി യുവജന സംഘത്തിന്റെയും SKSSFന്റെയും ഒക്കെ സർവാധരണീയരായ നേതാക്കളെ, പ്രവർത്തകന്മാരെ, നല്ലവരായ ഉമറാക്കളെ, വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീതമായ സംഗമത്തെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. മരിക്കുന്നതുവരെ ഇഖ്ലാസോടുകൂടെ നാം ഉയർത്തിപ്പിടിക്കുന്ന ഈ വിശുദ്ധമായ ആശയാദർശത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിന്ന് ഇതിന്റെ ഖാദിമീങ്ങളായി മുന്നേറുവാനും മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ സ്വർഗം കണ്ട് സന്തോഷത്തോടുകൂടെ മരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ഈ മഹത്തായ പരിപാടി നമ്മൾ ഒരുക്കിയിട്ടുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സഞ്ചരിക്കുന്ന ലൈബ്രറി അല്ലെങ്കിൽ പുസ്തകമെന്ന് വിശേഷിപ്പിച്ചിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സുദീർഘമായ ചരിത്രങ്ങളെ പുതിയ തലമുറക്ക് പറഞ്ഞുകൊടുത്തും എഴുതിക്കൊടുത്തും പഠിപ്പിച്ചു കൊടുത്തും നമ്മളേറെ ബഹുമാനിച്ചിരുന്ന മഹാനായ മർഹൂം PP ഉസ്താദ് നഗരിയിലാണ് CH ഐദറുസ് മുസ്ലിയാരും മഹാനായ MM ബഷീർ മുസ്ലിയാരും വളർത്തിയെടുത്ത് മരണം വരെ ഈ സമുദായത്തിന്റെ, സമൂഹത്തിന്റെ, സമസ്തയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി രാപ്പകരില്ലാതെ കഠിനാധ്വാനം ചെയ്ത് മലപ്പുറം ജില്ലയിലെ അഭിമാന സ്ഥാപനമായ നമ്മുടെ ഓഫീസായ സുന്നി മഹൽ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ സംരംഭങ്ങളുടെ ശില്പിയായ മഹാനായ ശൈഖുന PP ഉസ്താദ്, അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹു തആല മഹാനവറുകൾക്ക് കാട്ടിത്തന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിശുദ്ധമായ ആദർശത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മാർത്ഥമായി സേവനം ചെയ്യാൻ സർവശക്തനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായ SKSSF നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അന്തമാൻ, ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും മറ്റു ഈ സംഘത്തിന്റെ സാന്നിധ്യമുള്ള ഇടങ്ങളിലുമൊക്കെ ആദർശം അമാനാത്താണ് എന്ന പേരിൽ ഒരാദർശ സമ്മേളനങ്ങൾ നടത്തുവാൻ എല്ലാവരോടും നിർദ്ദേശിച്ചു. അൽഹംദുലില്ലാ, വളരെ വിപുലമായി തന്നെ ആ ക്യാമ്പയിൻ മഹാനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പെരിന്തൽമണ്ണയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്ത് ഇന്ന് വളരെ വിപുലമായി
ഈ ആദർശ സമ്മേളന പരിപാടികൾ എല്ലായിടത്തും നടന്നു വരികയാണ്. നമ്മുടെ മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ ഒരുപാട് മേഖലയിൽ ഈ പരിപാടി നടന്നെങ്കിലും നമ്മുടെ വേങ്ങരയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീനും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനും SYS-ഉം ഒക്കെ സംയുക്തമായി ഈ മഹത്തായ ആദർശ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ പരിപാടിയിലെത്തിയ ബഹുമാന്യനായ SKSF-ന്റെ ജില്ലാ അധ്യക്ഷൻ സയ്യിദ് അബ്ദുർ റഷീദ് അലി ശിഹാബ് തങ്ങൾ അവറുകളെ സംഘാടകർക്ക് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. മലപ്പുറം വെസ്റ്റ് ജില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞകാല സമസ്തയുടെ ചരിത്രങ്ങൾ പരതുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പഴയ തിരൂർ താലൂക്കിന്റെ ഏതാണ്ട് പ്രദേശങ്ങളാണ് ഇന്നത്തെ മലപ്പുറം വെസ്റ്റ് ജില്ലാ പരിധി എന്ന് പറയുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ധാരാളം പണ്ഡിതന്മാർ അന്തിയുറങ്ങുന്ന ഒരു ജില്ലാ പരിധിയാണ് നമ്മുടെ മലപ്പുറം വെസ്റ്റ് ജില്ലാ പരിധി. തൊട്ടടുത്ത് മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടെ തന്നെ പുതുപ്പറമ്പ് പള്ളിയിൽ മഹാനായ ശൈഖുന CH ഐദ്രസ് മുസ്ലിയാർ, മഹാനായ ശൈഖുന KK അബൂബക്കർ ഹസ്രത്ത് താനൂരിൽ, ബഹുമാനപ്പെട്ട ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പള്ളിയുടെ തിരുമുറ്റത്ത്, അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ മഹത്തായ സംഘത്തിന് ആദർശപരമായി യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ നേതൃത്വം നൽകിയ മഹാരഥന്മാരായ ആലിമീങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായിട്ടുള്ള ഒരു ജില്ലയാണ് നമ്മുടെ മലപ്പുറം വെസ്റ്റ് ജില്ല എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കും. മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ പരിധി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയ തിരൂർ താലൂക്കിന്റെ പരിധിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉത്ഭവകാലം മുതൽ തന്നെ അതിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വേങ്ങര നടക്കുന്ന ഈ മഹത്തായ ആദർശ സമ്മേളനത്തിന് കൂടുതൽ പ്രസക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിവിധങ്ങളായിട്ടുള്ള ചരിത്രങ്ങൾക്ക് ഈ മഹത്തായ മണ്ണ് സാക്ഷിയായിട്ടുണ്ട്. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരണം നടക്കുന്നത് അന്നത്തെ തിരൂർ താലൂക്കിന്റെ പരിധിയിൽപ്പെട്ട സ്ഥലത്ത് വെച്ചുകൊണ്ടാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഥമ മദ്രസകൾ 1ഉം 2ഉം ഒക്കെയുള്ള ധാരാളം മദ്രസകൾ നിലകൊണ്ടത് ആദ്യമായി നിലവിൽ വന്നത് അൽഹംദുലില്ലാഹ് നമ്മുടെ അന്നത്തെ പഴയ തിരൂർ താലൂക്ക് ഇന്നത്തെ മലപ്പുറം വെസ്റ്റ് ജില്ലാ പരിധിയിൽപ്പെട്ട പ്രദേശത്താണെന്ന് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഞാൻ പറയുന്നത് ഈ ജില്ലക്ക്, മലപ്പുറം ജില്ലക്ക് തന്നെ, അതിൽ മലപ്പുറം വെസ്റ്റ് ജില്ലക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കഴിഞ്ഞകാല ചരിത്രവുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട നമ്മളിവിടെ അനുസ്മരിച്ച ബഹുമാനപ്പെട്ട PP ഉസ്താദ് തന്നെ എഴുതിയിട്ടുള്ള ചരിത്രത്തിന്റെ നിരവധി പുസ്തകങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. സുന്നി യുവജന സംഘം രൂപീകരിക്കപ്പെടുന്നത് അന്നത്തെ തിരൂർ താലൂക്ക് പരിധിയിലാണ്. സുന്നി യുവജന സംഘത്തിന്റെ ആദ്യത്തെ മെമ്പർഷിപ്പ് എടുത്ത ധാരാളം ആളുകൾ ഉണ്ടായിരുന്നതും ഈ തിരൂർ താലൂക്ക് പരിധിയിലാണ് എന്ന് നമുക്ക് ചരിത്രങ്ങൾ പരതുമ്പോൾ കാണാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത, 1975 തിരൂർ താലൂക്ക് സമസ്തയുടെ പ്രഥമ സമ്മേളനം നടന്നത് നമ്മൾ ഇന്ന് ഈ ആദർശ സമ്മേളനം നടത്തുന്ന ഈ വേങ്ങരയിലാണ് എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഞാൻ സൂചിപ്പിക്കുന്നത് അത്രമേൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങളെയും ഒക്കെ നെഞ്ചേറ്റിയിട്ടുള്ള ഒരു മഹിതമായ പാരമ്പര്യം നമ്മുടെ ഈ നാടിനും ഈ ജില്ലക്കുമുണ്ട് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ കാലത്ത് ഈ മഹത്തായ പ്രസ്ഥാന നേതൃത്വം നൽകി മൺമറഞ്ഞു പോയ മഹാരഥന്മാരായ ആളുകളുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഇനി പ്രവർത്തന രംഗത്ത് മാത്രമാണോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിലും വളരെ പ്രധാനമായ പങ്ക് വഹിച്ചിട്ടുള്ളതും നമ്മുടെ ഈ ജില്ല അന്നത്തെ പഴയ തിരൂർ താലൂക്കിന്റെ ആഭിമുഖ്യത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം വളവന്നൂർ ബാഫഖിയ്യത്തീങ്കാന, അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ
തിരൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കപ്പെട്ട സ്ഥാപനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയത്തിനും ആദർശത്തിലുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പൂക്കിപ്പറമ്പിൽ മഹാനായ ശൈഖുനാ സി.എച്ച്. ഐദ്രീസ് മുസ്ലിയാരുടെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തിരൂരങ്ങാടി താലൂക്കിന്റെ ആഭിമുഖ്യത്തിലാണ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ട് ഇപ്പോൾ അത് സുന്നി യുവജന സംഘം മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിക്കൊണ്ടാണ് അൽഹംദുലില്ലാഹ് ആ മഹത്തായ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. വളാഞ്ചേരി മർക്കസ് അൽഹംദുലില്ലാഹ് മഹാനായ ശൈഖുനാ കെ അബൂബക്കർ സറത്തും ഈ മഹത്തായ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള നഗരിയുടെ പേരായ മഹാനായ മർഹൂം ശൈഖുനാ പി ഉസ്താദ് അവറുകൾ അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കട്ടെ. സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ഒരു പുതിയ മോഡൽ സൃഷ്ടിക്കുന്നതിൽ ഇങ്ങനെ അഹങ്കാരം പറയുന്നവരുണ്ട്, ഞങ്ങളാണ് അതിന്റെ എല്ലാം എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. ചരിത്രത്തിൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ആ വളാഞ്ചേരി മർക്കസ് എന്ന ആശയത്തെ കൃത്യമായി കൊണ്ടുവരുന്നതിലും അവിടുത്തെ സിലബസ് സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിലും നിർണായകമായ പങ്ക് വഹിച്ച ആളായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ പി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. അല്ലാഹു തആല ദർജ ഉയർത്തി കൊടുക്കട്ടെ. അല്ലാഹു തആല ഈ മഹത്തായ സദസ്സിന്റെ ഗുണങ്ങൾ അവരെ ഖബറിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. നമ്മൾ അഭിമാനത്തോടു കൂടെ പറയുന്ന തെന്നിന്ത്യയിലെ ലോകത്തിന് ശ്രദ്ധിക്കപ്പെട്ട ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം സുന്നി മഹൽ ഫെഡറേഷന്റെ കീഴിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. നമ്മുടെ ജില്ലാ പരിധിയിലാണ് അൽഹംദുലില്ലാഹ് സമസ്ത കേരള ജംഇയ്യത്ത് സുന്നി യുവജന സംഘത്തിന്റെ മലപ്പുറം ജില്ലയുടെ മേൽനോട്ടത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന കഴിഞ്ഞ ആഴ്ച 35ാം വാർഷികം ആഘോഷിച്ച കുണ്ടൂർ മർക്കസ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽനോട്ടത്തിലായി അതിന്റെ ഘടകങ്ങളുടെ മേൽനോട്ടത്തിലായി രൂപീകരിക്കപ്പെട്ടതാണ്. ഞാൻ ഇത്രമേലൊക്കെ പരിചയപ്പെടുത്തിയത് നിങ്ങളാരും ഇത് അറിയാത്തത് കൊണ്ടല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ ആളുകൾ കഴിഞ്ഞ കാലത്ത് വിശ്രമമില്ലാതെ എല്ലാ ഗ്രാമങ്ങളിലും അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ പരിശുദ്ധിയും അതിന്റെ വൈജ്ഞാനികപരമായ പുരോഗതിയും നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ എത്രമേൽ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ ഈ ജില്ലയുടെ പരിധിയിൽ മാത്രം പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് പഠിക്കാൻ കഴിയും. മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകളൊക്കെ ചോദിക്കും, എന്താ സമസ്ത ചെയ്തത്? സമസ്ത ചെയ്തത് പ്രധാനമായി നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വിശ്വാസത്തിന് കാവലിരുന്നു എന്നതാണ്. വിശ്വാസത്തിന് കാവലിരിക്കലോടുകൂടെ തന്നെ ആ വിശ്വാസം സുദൃഢമാക്കണമെങ്കിൽ വൈജ്ഞാനികമായ കേന്ദ്രങ്ങൾ ഇവിടെ ഉയർന്നു വരണം. അതിനുവേണ്ടി ആ കാലഘട്ടത്തിലുള്ള മഹാരഥന്മാരായ നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ മഹത്തുക്കളായ സാദാത്യങ്ങൾ, നമ്മുടെ മഹാന്മാരായ ദീനിനെ സ്നേഹിക്കുന്ന ഉമറാക്കൾ അവർ ചേർന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് മഹിതമായ പ്രസ്ഥാനത്തിന് കരുത്തു പകരാൻ സാധ്യമാകുന്ന രൂപത്തിലുള്ള ഇസ്ലാമിക ദഅവത്ത് നിർവഹിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ ഒരു സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ സിലബസുമായി ബന്ധപ്പെട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധമായിട്ടുള്ള ചില സംഗതികൾ, ചില കാര്യങ്ങൾ, ചില ആശയങ്ങൾ അത്തരം സിലബസിലൂടെ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾക്ക് മനസ്സിലായപ്പോൾ അത്തരം സിലബസിൽ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എല്ലാവിധ പിന്തുണയോടുകൂടിയും വളർന്നു വന്നിട്ടുള്ള സ്ഥാപനം സംവിധാനവും ഏത് കാലത്തും ഇലാ യൗമിൽ ഖിയാമ അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിലും ആദർശത്തിലും ഇവിടെ നിലനിർത്തണമെന്ന നിർബന്ധ ബുദ്ധി നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾക്കുണ്ടായത്. ചിലരൊക്കെ പറയും, വലിയ വിദ്യാഭ്യാസ സംവിധാനമല്ലേ, എന്തിനതിനെ മുടക്കാൻ പോകുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് വരെ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെയും മുടക്കിയിട്ടില്ല. ഇവിടെ മുജാഹിദുകാർ വിവിധ വിദ്യാഭ്യാസ സംവിധാനം നടത്തുന്നുണ്ട്, ജമാഅത്ത് ഇസ്ലാമി നടത്തുന്നുണ്ട്, തബ്ലീഗ് ജമാഅത്ത് നടത്തുന്നുണ്ട്, മറുവിഭാഗത്തിൽപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നടക്കുന്നുണ്ട്, സംസ്ഥാന നേതൃത്വം നടക്കുന്നുണ്ട്. നമ്മളാരും അതിൽ ഇടപെടാൻ പോകാറില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ത്തണലിലും അതിന്റെ ആശയത്തിലും അതിന്റെ മഹാന്മാരായ ആളുകളെ മുന്നിട്ട് നടത്തുന്ന പ്രചരണത്തിലൂടെയും വളർന്നു വന്നിട്ടുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെ ആ സംവിധാനം നിലനിൽക്കുന്ന കാലത്തോളം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശുദ്ധമായ ആശയാദർശത്തിലൂടെ
അത് മുന്നോട്ട് പോകണമെന്ന് നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർക്ക് നിർബന്ധമുണ്ട്. അതിന് അത്ഭുതപ്പെടാനില്ലല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംവിധാനത്തിലുള്ള ഒരു സ്ഥാപനമാകുമ്പോൾ ആ സ്ഥാപനം, അവിടുത്തെ സിലബസ്, അവിടുത്തെ സംവിധാനങ്ങളൊക്കെ സമസ്തക്ക് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു തായലല്ല, അതൊരു കുറഞ്ഞു കൊടുക്കലല്ല, അത് അഭിമാനമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും വളർത്തുന്നതിൽ, ആ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രധാനമായ ലക്ഷ്യം കേവലം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക എന്നതല്ല. അതിന്റെ അപ്പുറം ആ സ്ഥാപനത്തിലൂടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പഠിച്ച് വളർന്നു വരുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ നിർവഹിച്ചത്. ഇനി നിങ്ങൾ നോക്കൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിവിധങ്ങളായ സമ്മേളനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വലിയ ചരിത്രമുള്ള പ്രദേശങ്ങളാണ് നമ്മുടെ പ്രദേശം. വെളിപ്പാടകരയുള്ള കക്കാട് വെച്ചിട്ടല്ലേ സമസ്തയുടെ മഹത്തായ 21ാം വാർഷിക സമ്മേളനം നടന്നത്. അതിനുശേഷം 2012 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 85ാം വാർഷിക സമ്മേളനം നടന്നത് നമ്മുടെ വെളിപ്പാടകരയുള്ള ഈ കുരിയാട് കക്കാട് പ്രദേശത്താണ്. പ്രിയമുള്ളവരെ, മാത്രമല്ല 2018 നമ്മുടെ മനസ്സിലൊക്കെ നമ്മുടെ ആദർശത്തിന് കൂടുതൽ ഊർജം നൽകിയ ഒരു മഹത്തായ സമ്മേളനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 2018 കൂരിയാട്ട് പ്രവിശാലമായിട്ടുള്ള മൈതാനിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദർശ സമ്മേളനം നടത്തി. ഇന്ന് നമ്മൾ ആദർശ സമ്മേളനം നടത്തുമ്പോൾ അതിനെ മുടക്കാൻ, അതിനെ കളിയാക്കാൻ, അതിനെ നിസ്സാരവൽക്കരിക്കാൻ, എന്തിനാണ് ആദർശം പറയുന്നത് ചോദിച്ച് നമ്മളെ കൊഞ്ഞനം കാണിക്കാനൊക്കെ പലരും മുന്നോട്ട് വരാറുണ്ട്. മുജാഹിദ് സമ്മേളനം കൂരിയാട് വിപുലമായി നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ നമ്മുടെ ആലിമീങ്ങൾ ഈ വെളിപ്പാടകലയുള്ള കൂരിയാട് പാടത്ത് വിശാലമായ എസ്കെഎസ്എഫിന്റെ സമസ്തയുടെ ഒരു മഹത്തായ ആദർശ സമ്മേളനം സംഘടിപ്പിച്ചു. മഹാനായ മർഹൂം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർക്കദ, അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കട്ടെ, അവരോടുകൂടെ അല്ലാഹു നമുക്ക് സ്വർഗ്ഗം നൽകട്ടെ. ഹൈദർ അലി ശിഹാബ് തങ്ങളും മഹാനായ സമസ്തയുടെ ഇന്നത്തെ നമ്മുടെ നേതൃത്വം സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ ഉസ്താദ് അവറുകളും നേതൃത്വം നൽകി. അന്ന് നമ്മളൊക്കെ ആശങ്കയിൽ നിൽക്കുന്ന സമയമാണ്. മുജാഹിദിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷമങ്ങൾ നമ്മുടെ മനസ്സിലൊക്കെ തളം കെട്ടി നിൽക്കുന്ന സമയത്ത് ഉമ്മത്തിന്റെ ആളുകളെ ഈ കക്കാടിനടുത്ത് കൂരിയാട്ടപ്പാടത്തേക്ക് വിളിച്ചു വരുത്തി ലക്ഷക്കണക്കിന് വരുന്ന ജനസഞ്ചയത്തിന്റെ മുമ്പിൽ നമ്മുടെ വിശുദ്ധമായ ആദർശത്തിന്റെ പ്രൗഢി വളരെ കൃത്യമായി നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ, പ്രിയമുള്ളവരെ, അന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്തി. ഞാൻ പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആശയ വിശദീകരണങ്ങളും അതിന്റെ ആദർശ പരിപാടികൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇതിന്റെ ഭരണഘടനയിലെ പ്രധാനമായിട്ടുള്ള ഒന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങളാണ്. നമുക്കറിയാം, കഴിഞ്ഞ 26-ന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി. മനുഷ്യജാലി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ. നമ്മുടെ രാജ്യത്തിന്റെ 76ാം റിപ്പബ്ലിക് ദിനം വളരെ സമുചിതമായി എല്ലാ വിഭാഗം ആളുകളും ആഘോഷിച്ചു. ഭരണഘടന എന്നത് പ്രധാനപ്പെട്ടതാണ്. രാജ്യത്തിന്റെ ഭരണഘടന, ഒരു രാജ്യത്ത് അധിവസിക്കുന്ന ഒരു പൗരൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി പറയുമ്പോൾ ഒരു സംഘടന, ആ സംഘടന ഏത് രൂപത്തിലാണ് ചലിക്കേണ്ടത് എന്ന് ആ സംഘടനയെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളോട് പറയും. അതിൽ പ്രഥമവും പ്രധാനവുമായി പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുക എന്നതാണ്. പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കാൻ സമസ്ത ഒരുപാട് സമ്മേളനം നടത്തി, ഒരുപാട് ക്യാമ്പുകൾ നടത്തി, ഒരുപാട് ക്യാമ്പയിനുകൾ നടത്തി. 921-ലാണല്ലോ ബിദ്അത്ത് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ബിദ്അത്ത് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഐക്യസംഘത്തിന്റെ പേര് പറഞ്ഞ് അന്നത്തെ മുതിർന്ന നേതാക്കന്മാര് പലരും നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സംഘത്തിന്റെ ഒരു വിങ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ തിരിച്ചറിഞ്ഞു. വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ തുടങ്ങിയിട്ടുള്ള മഹാന്മാരായ ആളുകൾ അതിന്റെ ഭവിഷ്യത്തിനെ കൃത്യമായി തിരിച്ചറിയുകയും അതിനെതിരെ ഈ സമുദായത്തെ ഉത്ബുദ്ധരാക്കണമെന്ന് ആഗ്രഹിച്ച് അന്ന് നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇറങ്ങി തിരിച്ചു. അൽഹംദുലില്ലാഹ്, അന്ന് ഇറങ്ങി തിരിച്ചിട്ട് ഈ ഐക്യ സംഘത്തിന്റെ പോക്ക് ഐക്യത്തിലല്ല, ഇത് സമുദായത്തിൽ ചിത്രതയുണ്ടാക്കുവാനും അനൈക്യമുണ്ടാക്കുവാനുമുള്ള പ്രവർത്തനമാണെന്ന് കൃത്യമായി തിരിച്ചറിയുകയും അന്ന് ബഹുമാനപ്പെട്ട ഷാലിയാത്തിയെ പോലെയുള്ള
പ്രഗത്ഭരായ പണ്ഡിതന്മാർ. ശാലിയാത്തി എന്ന് പറഞ്ഞാൽ ആരാം? ആയമേറിയിട്ടുള്ള പാണ്ഡിത്യത്തിന്റെ ഉടമയായ മഹാനായ ഷെയ്ഖ് ശാലിയാത്തി, മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മസ്ജിദാൽ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ ആലിമീങ്ങൾ അന്ന് ഐക്യ സംഘത്തിനെതിരെ ശക്തമായ നിലയുറപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. കോഴിക്കോട്ടെ പൗരപ്രമുഖരെ വിളിച്ചുകൊണ്ട് ഐക്യ സംഘത്തിന്റെ 3ാം സമ്മേളനം കോഴിക്കോട് നടക്കുകയാണ്. ആ നടക്കുന്ന സമ്മേളനത്തിനെതിരായി ആ സമ്മേളനം നമ്മുടെ സമുദായത്തിൽ വരുത്തി വെക്കാനുള്ള അപകടങ്ങളെ കുറിച്ച് മഹാരഥന്മാരായ ആലിമീങ്ങളെന്ന് സമുദായത്തിന് കൃത്യമായി ബോധ്യപ്പെടുത്തി. സമുദായത്തിനോട് കൃത്യമായിട്ട് പറഞ്ഞു. അന്ന് പല ആളുകളും പല രീതിയിലും ചിന്തിക്കുന്ന ആളുകൾ ചില പണ്ഡിതന്മാരുടെ അന്നത്തെ ഉത്ബോധനങ്ങളും അവരെ നിർദ്ദേശങ്ങളും ഒക്കെ പാലിക്കാൻ ചില ആളുകളൊക്കെ ഇന്നും അവഗണന കാണിക്കുന്നത് പോലെ അന്നും അവഗണന കാണിച്ചു. മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാർ അടങ്ങിയിരുന്നില്ല. കോഴിക്കോട്ടെ പള്ളിയിൽ ഒരു പ്രഥമമായിട്ടുള്ള മീറ്റിംഗ് വിളിച്ചു വരുത്തി. നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ വരക്കൽ മുല്ലക്കോയ തങ്ങളെ സമീപിച്ചുകൊണ്ട് ഇതിന്റെ ഭവിഷ്യത്തിനെ പറ്റി അവരോട് ബോധ്യപ്പെടുത്തി. അങ്ങനെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നിർദ്ദേശിച്ചു. നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങളോട് ഈ സന്ദേശങ്ങൾ അറിയിച്ചു. സുന്നത്ത് ജമാഅത്തിന് സംരക്ഷണം നൽകുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ കൃത്യമായി നടക്കണമെന്ന് മഹാന്മാരായ നേതാക്കന്മാരെ നിർദ്ദേശിക്കുകയും അതനുസരിച്ച് അന്ന് ഐക്യ സംഘത്തിനോട് യാതൊരുവിധ കോംപ്രമൈസിനും ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അന്ന് നമ്മുടെ ബഹുമാനരായ നേതാക്കന്മാർ അതിനോട് സന്ധിയില്ല സമരം നടത്തുന്ന ചിത്രമാണ്, ചരിത്രമാണ് നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നത്. ഇന്ന് പ്രിയമുള്ളവരെ, സമുദായത്തിൽ ഐക്യം വേണമെന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. ഐക്യത്തിന് സമസ്ത എതിരല്ല. സമുദായത്തിന് ഐക്യം നമുക്ക് മനസ്സിലാകുന്നില്ല. ബിദ്അത്തിന്റെ ആശയമായി എങ്ങനെയാണ് സുന്നിക്ക് ഐക്യപ്പെടാൻ സാധിക്കുക? അങ്ങനെ ഐക്യം സമുദായത്തിൽ ഒരിക്കലും സമസ്ത പ്രതീക്ഷിക്കുന്നില്ല. സമസ്ത പറയുന്ന ഐക്യം സമുദായത്തിന്റെ പൊതുവായിട്ടുള്ള വിഷമങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ ബിദ്അത്തുകാരുമായിട്ട് ഒന്നിച്ചിരിക്കണമെങ്കിൽ നമുക്കിരിക്കാം. അത് സമുദായത്തിന്റെ പൊതുവായ വിഷയത്തിനാണ്, സമൂഹത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാതെ ബിദ്അത്തും സുന്നത്ത് ജമാഅത്തും എങ്ങനെയാണ് ഒന്നിക്കാൻ സാധിക്കുക? അതൊരിക്കലും യോജിക്കുന്ന ഒരു പ്രവർത്തനമല്ല. ഇന്ന് അതിന്റെ പേരിൽ സമുദായത്തിൽ ഐക്യമുണ്ടാകണമെന്ന് പറഞ്ഞ് ഇന്ന് ആദർശം പറയാൻ പാടില്ല, ബിദ്അത്തിനെ നമ്മൾ എതിർക്കാൻ പാടില്ല. ഇവിടെ രാജ്യത്ത് വലിയ വെല്ലുവിളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ വർത്തമാനകാല ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം നടപ്പിലാക്കി. അതുപോലെ തന്നെ വഖഫ് ബില്ല് പാസ്സാക്കാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ദാരുണമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട്, എന്തിനാ ഈ സമയത്തൊക്കെ ആദർശം പറഞ്ഞു നടക്കുന്നത്? ഇതിനേക്കാൾ തീഷ്ണമായിട്ടുള്ള അന്തരീക്ഷത്തിൽ, ഇതിനേക്കാൾ പ്രയാസം നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മഹാരഥന്മാരായ ആളുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി പാടുപെട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അവരെ പിൻതലമുറക്കാരായ നമ്മൾ ഈ വേങ്ങര PP ഉസ്താദിന്റെ നഗരിൽ വെച്ച് പ്രഖ്യാപിക്കുന്നു, ഏത് വെല്ലുവിളികൾ ഉണ്ടെങ്കിലും എന്ത് എതിർപ്പുണ്ടെങ്കിലും ആദർശ രംഗത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ മുന്നോട്ട് 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 പോകുക തന്നെ ചെയ്യും. ഒരാൾക്കും ഞങ്ങളെ തടഞ്ഞു വെക്കാൻ സാധ്യമല്ല. ആദർശം പറയുന്നിടത്ത് തടഞ്ഞു വെച്ചാൽ ആ തടവുകളൊക്കെ തട്ടിമാറ്റി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രബോധന പ്രവർത്തന രീതിയിൽ ഈ സംഘം മുന്നോട്ട് വരുമെന്നാണ് അത്തരക്കാരോടൊക്കെ നമുക്ക് ഉണർത്താനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഐക്യത്തിന്റെ പേര് പറഞ്ഞ് ഇപ്പം എല്ലാ സ്ഥലത്തും മഹല്ലുകളിൽ ഇവിടുത്തെ ബിദ്അത്തുകാർ കയറിക്കൂടുകയാണ്. മഹാരഥന്മാരായ നമ്മൾ ആദരിക്കുന്ന പാണക്കാട്ട് മഹാരഥന്മാരായ സാദാത്യങ്ങൾ വരെ ഉപയോഗപ്പെടുത്തി അവരുടെ സമ്മേളന സുവനീറുകൾ, അവരുടെ ബ്രോഷറുകൾ, അവരുടെ ചില വിഷയങ്ങളൊക്കെ അവരെ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, സമുദായത്തിൽ അവർക്ക് ക്ലച്ചില്ല, സമുദായത്തിൽ അവർക്ക് വേരോടാൻ കഴിയുന്നില്ല. അപ്പോൾ ഇനി അവസാനത്തെ അടവ് മഹാന്മാരായ സമുദായം അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ മഹത്തുക്കളായ പണ്ഡിതന്മാരെയും മഹാന്മാരായ സാദാത്യങ്ങളെയും ഒക്കെ അതിന്റെ ഭാഗമാക്കി അതിന്റെ പ്രചാരകരാക്കി രംഗത്തിറക്കുക എന്ന വേലയാണ് ഇപ്പോൾ ബിദ്അത്തുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടു ഇന്നലെയും ഇന്നുമൊക്കെയായി നമ്മുടെ ചാനലും പത്രങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട വാർത്ത എന്താ? ജമാഅത്ത് ഇസ്ലാമിയുടെ ബൈത്തുൽ മാലുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ടിട്ടാണ്. ബൈത്തുൽ മാൽ സക്കാത്തിന്റെ പേരിൽ സംഘടിതമായ സക്കാത്ത് യഥാർത്ഥ അവകാശികൾക്ക് കിട്ടാത്ത വിധത്തിൽ പരിശുദ്ധമായ ദീനിന്റെ കർമ്മശാസ്ത്രത്തിന് 100% വിരുദ്ധമാകുന്ന രൂപത്തിലാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇപ്പോൾ ഒരു ബൈത്തുൽ മാലുമായി കടന്നു വന്നിട്ടുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഇതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കണം. ഈ ഫണ്ട് എവിടേക്കൊക്കെ വിനിയോഗിക്കുന്നത്? അവരുടെ പത്രങ്ങൾക്ക്, അവരുടെ മറ്റു പ്രസിദ്ധീകരണങ്ങൾക്ക്, അവരുടെ മറ്റുള്ള ആവശ്യങ്ങൾക്ക്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രബോധനത്തിന് വേണ്ടി കൈത്താങ് എന്ന് പറയുന്ന പദ്ധതിയുമായി കടന്നു വന്നപ്പോൾ അതിനെ കളിയാക്കിയവർ, അതിനെ കൊഞ്ഞനം കാണിച്ചവർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൈത്താങ് എന്ന് പറഞ്ഞിട്ട് സുപ്രഭാതത്തിന് വേണ്ടി കാശ് പിരിക്കാണെന്ന് പറഞ്ഞവർ, ഞാൻ ചോദിക്കട്ടെ, സക്കാത്തിന്റെ പേരിൽ പിരിച്ചിട്ടുള്ള കാശ് പത്രം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് കർമ്മശാസ്ത്രത്തിന് വിരുദ്ധമായി ചെലവഴിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഇസ്ലാമാകുക? ഇസ്ലാമിലെ സമൂഹത്തിന്റെ ആരാധന വിഫലമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങി വെച്ചിട്ടുള്ളത്. അതിന് ജനങ്ങൾക്കിടയിൽ സ്വാധീനം കിട്ടുവാൻ ജമാഅത്തുകാർ ചെയ്ത അവസാന തടവന്ത മഹാന്മാരായ പ്രമുഖരായ സാദാത്യങ്ങളെ കൊണ്ട് അതിന്റെ ബ്രോഷറൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, അവരെ ചൂഷണം ചെയ്യുക, മഹാന്മാരായ സാദാത്യങ്ങളെ കൊണ്ട് ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്ന, ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ദയനീയമായ രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ ഒന്നായിട്ടുള്ള സക്കാത്ത് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം ഇസ്ലാമിന്റെ 5 കാര്യത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ വിശുദ്ധമായ സക്കാത്ത് എല്ലാവരുടെയും സക്കാത്തിനെ വിഫലമാക്കുന്ന ഒരു ആരാധനയെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുന്ന രൂപത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ കൊണ്ടുവന്നിട്ടുള്ള ഈ പദ്ധതിയെ നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ അതിനെ കർശനമായി അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു, അതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പത്രങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളും സന്ദേശങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൗരവത്തോടുകൂടെ സമുദായം അത് കാണേണ്ടതുണ്ട്. ജമാഅത്ത് ഇസ്ലാമിനെ അകറ്റി നിർത്തിയ പല ആളുകളും ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയെ താങ്ങാനും അവർക്ക് സപ്പോർട്ട് ചെയ്യുവാനും ഒക്കെ മുന്നോട്ട് വരുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് അത്തരം ആളുകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയോട് ഒരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ട് കുറച്ചു മുമ്പ്, ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രമുഖമായ ഒരു രാഷ്ട്രീയ സംഘടനയും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ബന്ധമുണ്ട് എന്നാണല്ലോ പറയുന്നത്, എന്താ തങ്ങളെ നിങ്ങളുടെ അഭിപ്രായം? മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉസ്താദ് എന്ന് കൊടുത്ത മറുപടി ഇന്ന് നമുക്ക് കിട്ടും. പ്രിയമുള്ളവരെ, മഹാനായ തങ്ങൾ ഉസ്താദ് പറഞ്ഞ മറുപടി, അതുകൊണ്ട് വരുന്ന ഭവിഷ്യത്ത് അവര് തന്നെ ഭാവിയിൽ തിരിച്ചറിയേണ്ടി വരും, അവര് തന്നെ കൃത്യമായി തിരിച്ചറിയേണ്ടി വരും. നമുക്ക് പറയാനുള്ളത്, ഇതൊരു ആദർശത്തിന്റെ പേരിൽ ആരെങ്കിലും വിമർശിക്കാൻ വേണ്ടി പറയുകയില്ല. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മഹാനായ വാണിയമ്പലം ഉസ്താദ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇത് രാഷ്ട്രീയക്കാരന്റെ മതത്തിന്റെ കുപ്പായമണിഞ്ഞ രാഷ്ട്രീയക്കാരനാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് മഹാനായ ശൈഖുന വാണിയമ്പലം ഉസ്താദ് കുറെ മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കൃത്യമായി കാണുന്ന രംഗം അതാണ്. ജമാഅത്ത് ഇസ്ലാമി മൗദൂദിയെ തള്ളി, അവർക്കൊരു നിലപാടില്ല, ആശയമില്ല, ആദർശമില്ല. ഇസ്ലാമിന്റെ വിശുദ്ധമായിട്ടുള്ള ഒരു കർമ്മത്തെ പോലും വിഫലമാകുന്ന രൂപത്തിലേക്ക് ജമാഅത്ത് ഇസ്ലാമിക്കാരെന്ന് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ സമുദായത്തിലെ ഓരോരുത്തരും കൃത്യമായി തിരിച്ചറിയുകയും അവരോട് പരമാവധി അകലം പാലിക്കുവാനും അവരെ മാറ്റി നിർത്തുവാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്കൊരു നേതൃത്വമുണ്ട്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന നേതൃത്വം. ആ വിശുദ്ധമായ നേതൃത്വത്തിന്റെ പിന്നിൽ അടിയുറച്ച് ജീവിക്കുവാൻ അല്ലാഹു തആല തൗഫീഖ് നൽകിയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. സമസ്ത വിളിക്കുന്ന ഏത് പരിപാടിക്കും, ഏത് പദ്ധതിയും, ഏത് പ്രതിസന്ധിയിലും വിജയിപ്പിക്കാൻ നമ്മൾ മുന്നോട്ട് വരുന്നു. സുപ്രഭാതത്തിന്റെ ക്യാമ്പയിൻ നടക്കുമ്പോൾ എതിർപ്പുകൾ വരുന്നു, നമ്മൾ അതിനൊക്കെ തട്ടിമാറ്റി അൽഹംദുലില്ലാഹ് സുപ്രഭാതത്തിന്റെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ, കൈത്താങ് പദ്ധതി വരുമ്പോൾ അതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ട പ്രവർത്തനം നമ്മൾ നിർവഹിക്കുന്നു. കാരണം നമുക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ നേതാക്കന്മാര് പറയുന്ന തീരുമാനം എന്താണോ അവര്
നമ്മളോട് പറഞ്ഞ നിർദ്ദേശങ്ങൾ എന്താണോ ആ നിർദ്ദേശത്തെ ശിരസാ വഹിച്ച് അത് നമ്മുടെ പ്രവർത്തന ഗോതയിൽ കൊണ്ടുവരിക എന്ന ദൗത്യം മാത്രമാണ് നമുക്കൊക്കെ നിർവഹിക്കാനുള്ള. അൽഹംദുലില്ലാ, നമ്മളതിൽ ഭാഗ്യം കിട്ടിയവരാണ്. മരണം വരെ നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും ഈ വിശുദ്ധമായ സംഘത്തിന്റെ പിന്നിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ സർവശക്തനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി ഈ സംഘത്തിന്റെ പ്രബോധനം ഏറ്റെടുക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് പ്രാമുഖ്യം നൽകണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ പരമാവധി പ്രവർത്തിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, ഈ മഹത്തായ പരിപാടിയുടെ പതാക ജാഥ ആരംഭിച്ചത് ബഹുമാനപ്പെട്ട കോയാമുട്ടി മുസ്ലിയാരുടെ മഖബറ സിയാറത്ത് ചെയ്തിട്ടാണ്. CH ഐദർസ് മുസ്ലിയാരുടെ മഖാമിന്റെ തൊട്ടിടത്ത് അന്തിയിറങ്ങുന്ന മഹാനായ കോയമുട്ടി മുസ്ലിയാർ സൂഫിയായ മഹാനാണ്. പറഞ്ഞ വാക്കിന് അസറുള്ള പണ്ഡിതനാണ്. ആയത്തിൽ പാണ്ഡിത്യമുള്ള, അന്ന് എല്ലാവരും അംഗീകരിച്ചിരുന്ന വളരെ പ്രമുഖനായ നേതാവാണ് ബഹുമാനപ്പെട്ട കോയാമുട്ടി ഉസ്താദ്. അല്ലാഹു തആല ദർജ ഉയർത്തി കൊടുക്കട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാര് വരക്കൽ മുല്ലക്കോയത്തങ്ങള് നമ്മുടെ മലബാർ ഭാഗത്തുള്ള പണ്ഡിതന്മാരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരോടും ചെന്ന് ആശീർവാദം വാങ്ങിക്കണം. നക്ഷബന്ദി ത്വരീഖത്തിന്റെയും ഖാദിരിയ ത്വരീഖത്തിന്റെയും ഒക്കെ വലിയ ശൈഖായ ബഹുമാനപ്പെട്ട കോയാമുട്ടി ഉസ്താദിന്റെ അരികിലേക്ക് മഹാനായ പാങ്ങിൽ ഉസ്താദ് ഉൾപ്പെടെയുള്ള ഒരു സംഘം ആളുകൾ ചെന്നു. കോയാമുട്ടി ഉസ്താദിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സമസ്ത എന്ന ഒരു സംഘം രൂപീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ ആവശ്യകതയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ മഹാനായ ശൈഖുനാ കോയാമുട്ടി ഉസ്താദ് അവിടുന്ന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പ്രായമായിട്ടുണ്ട്, എനിക്കിനി പഴയതുപോലൊന്നും പ്രവർത്തിക്കാൻ ഓടി നടക്കാനൊന്നും സാധിക്കൂല. അതുകൊണ്ട് എന്റെ മകൻ അബ്ദുൽ ബാരിയെ നിങ്ങൾ ആ പ്രവർത്തനത്തിന് വേണ്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് തന്റെ മകനെ സമസ്ത കേരള ജംഇയ്യത്തുമയുടെ പ്രവർത്തനത്തിന് വേണ്ടി സൂഫിയായ പണ്ഡിതനായ നിരവധി ത്വരീഖത്തിന്റെ ശൈഖായ മഹാനായ ബഹുമാനപ്പെട്ട കോയാമുട്ടി മുസ്ലിയാർ എന്ന ദീർഘദൃഷ്ടിയുള്ള മഹാപണ്ഡിതൻ സ്വന്തം മകനെ സമസ്തക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, നൂറിലേക്ക് അടുക്കുന്ന ഈ വിശുദ്ധമായ സംഘത്തിന് വേണ്ടി നമ്മൾ മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട മക്കള്, നമ്മുടെ സന്താന പരമ്പരകൾ, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഈ വിശുദ്ധമായ സംഘത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. ആലിമീങ്ങൾ ചെയ്ത പണിയതാണ്, ആരിഫീങ്ങൾ ചെയ്ത പണിയതാണ്, മഹാന്മാരായ ഔലിയാക്കന്മാരെടുത്ത പണിയതാണ്. അവരും അവരെ മക്കളും അവർ പ്രബോധനം ചെയ്യുന്ന ആളുകളോടുമൊക്കെ സമസ്തയുടെ പ്രവർത്തകന്മാരാകാൻ പറഞ്ഞു. അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞതാണ്, മഹാനായ ശൈഖുന തൃപ്പഞ്ച് ഉസ്താദ് പറഞ്ഞതാണ്, സൂഫിയാക്കളായ ചാപ്പനങ്ങാടി ഉസ്താദ് പറഞ്ഞതും അതാണ്. അതുകൊണ്ട് യാതൊരു മടിയും കാണിക്കണ്ട. നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ ഏത് പ്രതിസന്ധിയും അതിജയിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും നമ്മളും നമ്മുടെ വളർന്നു വരുന്ന തലമുറയെയും ഈ വിശുദ്ധമായ സംഘത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്ത് നമ്മുടെ ജില്ലയിലും നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ മഹല്ലിലും സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രവർത്തനങ്ങളെ കൂടുതൽ കരുത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോയി മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു മരിച്ച മഹാരഥന്മാരായ ആലിമീങ്ങൾ മരിച്ചതുപോലെ അവസാനം സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് റാഹത്തോടുകൂടെ മരിക്കാൻ സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ മാസത്തിന്റെ 1-ാം രാവിൽ നമ്മൾ അനുസ്മരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട പാണക്കാട്ട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. മരിക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് പ്രാർത്ഥന നടത്തി ഹോസ്പിറ്റലിൽ പോയി. റജബിന്റെ 1-ാമത്തെ രാവിൽ, പരിശുദ്ധമായ റജബിന്റെ 1-ാമത്തെ രാവിലും വെള്ളിയാഴ്ച രാവും ഒന്നിച്ചു വന്നിട്ടുള്ള രാവിൽ ഹോസ്പിറ്റലിൽ നിന്ന് കലിമ ചൊല്ലി റാഹത്തോടുകൂടെ വിട പറഞ്ഞ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെ അനുസ്മരിക്കുന്ന മാസമാണ്. ആദർശരംഗത്ത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ രാഷ്ട്രീയക്കാരനായി പ്രവർത്തിക്കുമ്പോൾ തന്നെ സമസ്തയുടെ സമുന്നതമായ നേതാക്കന്മാരോടുകൂടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പാടുപെട്ട് പണിയെടുത്ത നാട്യങ്ങളില്ലാത്ത നാട്ടിക മുസ്ലിയാർ വഫാത്തായ മാസത്തിലാണ് നമ്മളുള്ളത്. മഹാനായ നാട്ടിക ഉസ്താദ് നമ്മൾ ഏൽപ്പിച്ച ഈ വിശുദ്ധമായ ആദർശത്തിനെ ഒരു അമാനത്തായി കണ്ട് ഈ അമാനത്തിന് കരുത്ത് പകർന്ന് ഇത് നമ്മളിലും നമ്മുടെ സന്താന പരമ്പരകളിലേക്കും ഈ അമാനത്തിനെ പ്രസരം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമസ്തയുടെ 100-ാം വാർഷിക സമ്മേളനം ഒരു ഐതിഹാസിക സമ്മേളനമാക്കി മാറ്റാൻ അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉസീക്കും ബിദ്ദുആ വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.